മറ്റ് രാഷ്ട്രീയ കാര്യങ്ങൾ ശരി തെറ്റുകളെ കുറിച്ച് ഞാൻ പറയുന്നില്ല. അവിശ്വാസം കൊണ്ടുവരുന്നതിനെക്കുറിച്ച് അതൊക്കെ നഗരസഭയിലെ പാർലമെൻ്ററി പാർട്ടി എടുക്കേണ്ട തീരുമാനമാണ്. പിന്നെ പാർലമെൻ്ററി പാർട്ടിയുടെ യോഗം ഞാൻ ഇന്നലെ പങ്കെടുത്തിരുന്നു. അതിന് കോർഡിനേറ്റ് ഞാൻ ഇപ്പോഴും അതിൻ്റെ ചെയർമാനാണ്. പക്ഷേ അതിനെക്കുറിച്ച് അഭിപ്രായം ഞാൻ പറയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ നിങ്ങൾ ചോദിച്ചപ്പോൾ ശബരിയോട് അഭിപ്രായം പറയാൻ ഞാൻ പറഞ്ഞു. അതതിൻ്റെ വഴിക്ക് നടക്കട്ടെ. പക്ഷേ മാലിന്യം നീക്കം ചെയ്യൽ ഒരു കാരണവശാലും തടസ്സപ്പെടാൻ പാടില്ല. ഞാനത് മേയറോടും ഞാൻ സംസാരിച്ചു, കളക്ടറോടും ഞാൻ സംസാരിച്ചു. അക്കാര്യത്തിൽ സർക്കാരിന് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല. ഏതിൻ്റെ നിങ്ങൾ പറഞ്ഞ മറ്റേ ലാബിൻ്റെ ആണ് നിങ്ങൾ സൂചിപ്പിച്ചത് അല്ലേ? എത്ര കാലമായിട്ട് ഒഴിഞ്ഞു കിടക്കുന്നതും കൂടെ നിങ്ങൾ അന്വേഷിക്കണം. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. DHSന് അത് കോൾ ഫോർ ചെയ്ത് അപ്ലിക്കേഷൻ കോൾ ഫോർ ഇത് ഫില്ലപ്പ് ചെയ്യാനുള്ള നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. എവിടെ? അതാ ഞാൻ പറഞ്ഞത്, ഇതൊക്കെ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇതെൻ്റെ എല്ലാം ശ്രദ്ധയിൽപ്പെട്ടു, നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ആയല്ലോ. ഞാൻ ചോദിക്കട്ടെ, സ്വന്തമായിട്ട് ഒരാളെ വിളിച്ച് DMO ആക്കാൻ പറ്റുമോ? DPC ലിസ്റ്റ് കഴിഞ്ഞ ദിവസം കയ്യിൽ കിട്ടുന്നത്. നടപടി സ്വീകരിച്ചു. നടപടി സ്വീകരിച്ചു കഴിഞ്ഞു. നാളെ പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ നോക്കിക്കോ. അതല്ലാതെ എനിക്ക് പോയിട്ട് ഒരാളെ മറ്റേ ഒരു കോർപ്പറേഷൻ ചെയർമാൻ രാജിവെച്ച് പകരം ആളാക്കുന്ന പോലെ DMO ആക്കാൻ പറ്റുമോ? ഞാൻ നോക്കിയപ്പോൾ DPC ലിസ്റ്റ് കയ്യിൽ തയ്യാറായിട്ടില്ല. തയ്യാറാക്കിയ ശേഷം കയ്യിൽ കിട്ടി. നടപടി സ്വീകരിക്കും ഇന്ന് തന്നെ. സംശയം എന്താ? അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ ഞാൻ പറയാം, നിർദാക്ഷിണ്യം ഗവൺമെൻറ് നടപടി സ്വീകരിക്കും. നിർദാക്ഷിണ്യം. എവിടെയൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ അത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അപ്പോൾ നടപടി സ്വീകരിക്കും. ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. ഏതാ? എങ്ങനെ? എവിടെയാണെങ്കിലും ഞാൻ ഇവിടെ ഭരണസ്തംഭനം കാരണം ഇവിടെ മൂവ്മെൻറ്റ് തടസ്സപ്പെട്ടു. ഞാൻ അതാ പറഞ്ഞത്. ബാക്കി സ്ഥലത്ത് ചെയ്യാത്തവരുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരിയായി തലസ്ഥാനത്ത് ഇങ്ങനെ അപകടം റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ ഉണ്ടായിരിക്കുന്നത് ശരിയാണോ? അതിനെ രാഷ്ട്രീയമായിട്ട് കാണരുത് ദയവായിട്ട്. ഇതിപ്പോൾ കേട്ടാൽ തോന്നുന്നു ഇതൊക്കെ ഒരു മാസം കൊണ്ടുണ്ടായിട്ടുള്ള ഇതൊക്കെ ഓരോന്നായിട്ട് പരിഹരിച്ച് വരില്ല. അപ്പോഴേക്കും നിങ്ങൾ ചാടിക്കയറി ഇതെല്ലാം നിങ്ങൾക്കിത് വിവരങ്ങൾ തരുന്ന ആൾക്കാരുണ്ടല്ലോ, അതാരാന്നൊക്കെ എനിക്കറിയാം. അവരൊറ്റ കാര്യം ചോദിച്ചാൽ മതി, എത്ര കാലമായിട്ടുണ്ടെന്നും കൂടെ ചോദിക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.